പ്രതിഷേധ ചൂടിൽ കത്തുകയാണ് രാജ്യതലസ്ഥാനം. ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പ്രതിഷേധത്തിന് രാജ്യതലസ്ഥാനം സാക്ഷിയാകുന്നത്. പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ ഇടിലത്തിലവതാരമാർന്ന ചാമുണ്ടികേ സകല വിജയങ്ങൾക്കും ആധാരഭൂതയായി ഇവിടെ വാണരുളും. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്തു നീക്കുന്ന സാഹചര്യമാണ്. പ്രതിഷേധം വലിയ രീതിയിൽ കനക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യതലസ്ഥാനത്തെ പ്രതിഷേധമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യ സഖ്യത്തിന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എങ്ങനെയായിരിക്കാം സ്വാധീനിക്കുക? യഥാർത്ഥത്തിൽ ഇത്തരമൊരു അറസ്റ്റിന്റെ ആവശ്യം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നു? ചോദ്യങ്ങൾ അനവധിയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിന് പോലും വെല്ലുവിളി ഉയർന്നിരുന്ന സാഹചര്യമായിരുന്നു. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ അറസ്റ്റിനോട് അനുബന്ധിച്ച് തന്നെ രാജ്യത്തിന്റെ പല ദേശത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പാർട്ടിയാണെങ്കിലും നേതാക്കളാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് കൂടി ഇപ്പോൾ രാജ്യം സാക്ഷിയാവുകയാണ്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? എന്തായിരിക്കാം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സ്ഥാനം? 2023 മാർച്ച് 24 ഇത്ര വലിയ ഒരു പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷിയായിട്ടുണ്ട്. അന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കിയതിനെ തുടർന്നായിരുന്നു അത്ര വലിയൊരു പ്രതിഷേധം രാജ്യത്തുണ്ടായിരുന്നത്. അന്നെല്ലാം തന്നെ ഉയർന്നു കേട്ട ഒരു വാക്കാണ്, അകത്തുള്ള രാഹുലിനേക്കാൾ കേവനായിരിക്കാം അല്ലെങ്കിൽ ശക്തനാണ് പുറത്തുള്ള രാഹുൽ എന്ന്. അതേ രാഷ്ട്രീയം തന്നെയാണ്, അല്ലെങ്കിൽ അതേ രാഷ്ട്രീയ സമവാക്യം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. 2023 മാർച്ച് 24 ഇതുപോലൊരു പ്രതിഷേധത്തിന് രാജ്യം സാക്ഷിയായതാണ്. അന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കി. അന്ന് രാജ്യം മുഴുവൻ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു, അകത്തുള്ള രാഹുലിനേക്കാൾ ശക്തനാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന രാഹുൽ. അതായത് പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ അതിശക്തനായി തന്നെ തുടരുമെന്നായിരുന്നു ആ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും സമാനമാണെങ്കിലും നേരിയ വ്യത്യാസം ആ മുദ്രാവാക്യങ്ങളിൽ കാണാനാകും. അതായത് പുറത്തു നിന്നിരുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ശക്തനാണ് ഇപ്പോൾ അകത്തേക്ക് പോകുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന്. കാരണം അകത്തേക്ക് പോകുന്ന ആ അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള പാർട്ടികളെ തൊട്ടുണർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണയായി വന്നിരിക്കുന്ന പാർട്ടികളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കാണ് ഇപ്പോൾ മറുപടി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ദിക്കുകളിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ പിന്തുണ അറിയിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ തകിടം മറിയുന്നു എന്നുള്ള ഒരു ആശങ്ക ഈ മുന്നോട്ട് വന്ന എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി ആണെങ്കിലും MK സ്റ്റാലിൻ ആണെങ്കിലും പങ്കുവച്ച വിവരങ്ങളിൽ അത്തരമൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തൃണമൂൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. NCP നേതാവായ ശരത് പവാറും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിച്ചിരുന്നു. മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ പരിശോധിക്കുക ണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കനത്ത രീതിയിലുള്ള പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് എതിരെ ഉയർന്നു വന്നെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇപ്പോഴുയരുന്ന ശബ്ദങ്ങളെല്ലാം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോൺഗ്രസ് ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലിയും നിരവധി പ്രതിപക്ഷ നേതാക്കളും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. അതേസമയം കെജ്രിവാൾ തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്നും ജയിലിൽ കിടന്നും അദ്ദേഹം ഭരിക്കുമെന്നും എല്ലാം തന്നെ മാധ്യമപ്രവർത്തകരോടും AAP മന്ത്രിയായിട്ടുള്ള അതിഷി പ്രതികരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഡൽഹിയിലെ വിവാദമായ മദ്യനയത്തിൽ അഴിമതി, കള്ളപ്പണ ഇടപാട് എന്നിവയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്ത ED നേരത്തെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ, പാർട്ടി നേതാവായ സഞ്ജയ് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമായിരുന്നു. കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS അധ്യക്ഷയുമായ K ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കവിതയെ കഴിഞ്ഞ ദിവസം ED ഹൈദരാബാദിലെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 9 സമൻസുകളാണ് കെജ്രിവാളിനെ ഇതുവരെ ED അയച്ചിട്ടുള്ളത്. എന്നാൽ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ED മുമ്പാകെ ഹാജരാകാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ ലൈസൻസുകൾക്ക് പുറമെ സ്വകാര്യ കമ്പനികൾക്കും ലൈസൻസ് നൽകി തട്ടിപ്പ് നടത്തി
കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് ലൈസൻസ് നൽകി എന്നിവയാണ് അദ്ദേഹത്തിന് എതിരെ ഉയരുന്ന ആരോപണങ്ങൾ. നിയമവിരുദ്ധമായി ലൈസൻസ് നൽകിയത് വഴി ലഭിച്ച പണം പാർട്ടിയുടെ പ്രചരണത്തിനും പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കുമായി ഉപയോഗിച്ചുവെന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ പറയുന്നുണ്ട്. മദ്യനയത്തിന്റെ മറവിൽ വ്യാപകമായ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ED ആരോപിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മനീഷ് സിസോദിയാണെങ്കിലും കവിതയാണെങ്കിൽ പോലും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഇത്ര വലിയ ഒരു പ്രതിഷേധം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്ര വലിയ രീതിയിൽ, അതായത് രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് ഒരു കോളിളക്കം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തി. ഈ ഇന്ത്യ മുന്നണിയുടെ ശക്തിയെ തന്നെയാണ് മറ്റ് പാർട്ടികളെല്ലാം തന്നെ ആദ്യം ഭയപ്പെട്ടിരുന്നത്. അതായത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഇന്ത്യ ഒന്നിക്കുന്നു എന്നുള്ള ആശയമായിരുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം രൂപീകരിച്ചിരുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഉയർന്നു കേട്ടിരുന്നത്. അതേ ആശയം തന്നെയാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നത്. ഈ ആശയവും ഈ കെട്ടുറപ്പും നമ്മൾ മുൻപും കണ്ടതാണ്. കേരളം കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം ഉന്നയിച്ച സാഹചര്യത്തിലും ഇതേ കെട്ടുറപ്പും ഇതേ പിന്തുണയും എല്ലാം തന്നെ കേരളത്തിനും, അതായത് ഇടതു മുന്നണിക്കും ലഭിച്ചതാണ്. അതേ കെട്ടുറപ്പ് തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വിഷയത്തിലും കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.